Hi dear students, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് എന്തായിരുന്നു? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം, ആക്ക സംരക്ഷണ നിയമം. അപ്പോൾ എന്താണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം? ഇടയ്ക്ക് എക്സാമിൽ ചോദിക്കാറുണ്ട്. ഇൻ ദ ആബ്സെൻസ് ഓഫ് ആൻ എക്സ്റ്റേണൽ ഫോഴ്സ് ദ ടോട്ടൽ മൊമെന്റം ഓഫ് എ സിസ്റ്റം ഇസ് എ കോൺസ്റ്റന്റ്. അല്ലേ, ഒരു സിസ്റ്റത്തിൽ നമ്മൾ എക്സ്റ്റേണൽ ഫോഴ്സ് ഇല്ലെങ്കിൽ അവിടുത്തെ ടോട്ടൽ മൊമെന്റം എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും എന്ന് പറഞ്ഞു. അല്ലേ, അപ്പോൾ എന്താണ് ആക്ക സംരക്ഷണ നിയമം? ഒരു ബാഹ്യബലം ഇല്ലെങ്കിൽ ഒരു സമൃദ്ധി വ്യവസ്ഥയിലെ ആകെ ആക്കം എന്തായിരിക്കും? സ്ഥിരമായിരിക്കും. ബാഹ്യബലം ഇല്ലെങ്കിൽ ഒരു സമൃദ്ധി വ്യൂഹത്തിലെ ആകെ ആക്കം സ്ഥിരമായിരിക്കും. ഇത് വെച്ച് നമുക്ക് പ്രോബ്ലം ചെയ്യാനുണ്ട്. ഒരു പ്രോബ്ലം പറഞ്ഞുതരാം. സിറ്റുവേഷൻ എങ്ങനെയാണ്? ഒരു ഗണ്ണുണ്ട്. ഈ ഗണ്ണിന്റെ മാസ് ക്യാപിറ്റൽ എം ആണ്. ഗണ്ണിന്റെ മാസ് ഈ തോക്കിന്റെ മാസ് എത്രയാണ്? ക്യാപിറ്റൽ വലിയക്ഷര എം ആണ്. ദെൻ ഈ ഇവിടുന്നുള്ളിൽ ഒരു ബുള്ളറ്റ് ഉണ്ട്, അല്ലേ, ഒരു തിര ഉണ്ട്. ആ ഒരു ബുള്ളറ്റിന്റെ മാസ് എത്രയാണ്? സ്മോൾ ലെറ്റർ എം ആണ്. ദെൻ അടുത്ത പോയിന്റ് പറയാനുള്ളത്, നമ്മൾ ഈ ഗൺ എന്ത് ചെയ്യാണ്? നമ്മൾ വർക്ക് ചെയ്യിപ്പിച്ച്, അല്ലേ, നമ്മൾ എന്താ പറയുക, തോക്ക് വർക്ക് ചെയ്യിപ്പിച്ച സ്ഥിതി നമുക്കറിയാം. ഈ ബുള്ളറ്റ് പുറത്തോട്ട് പോകും. അതാണ് രണ്ടാമത്തെ പോയിന്റ്. ഗണ്ണ് വർക്ക് ചെയ്യിപ്പിച്ച ആ സമയത്ത് എന്തായി? ബുള്ളറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്? സ്പീഡിൽ മൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗണ്ണിന്റെ മാസ് ക്യാപിറ്റൽ എം, അല്ലേ, ഈ തോക്കിന്റെ മാസ് ക്യാപിറ്റൽ എം ആണ്. ബുള്ളറ്റിന്റെ മാസോ സ്മോൾ ലെറ്റർ വി. ഇത് വർക്ക് ചെയ്യിച്ചാൽ ഈ ബുള്ളറ്റ് സ്പീഡിൽ മൂവ് ചെയ്യില്ലേ, അതിന് വെലോസിറ്റി ഉണ്ടാവില്ലേ, ആ വെലോസിറ്റിയാണ് സ്മോൾ ലെറ്റർ വി. ആ സമയത്ത് ഈ ഒരു ഗണ്ണ് റീകോയിൽ ചെയ്യൂലേ, ബാക്കിലോട്ട് വരൂലേ. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, ഗണ്ണ് എന്ത് ചെയ്യും? പിറകോട്ട് വരും. ആ ഒരു വെലോസിറ്റിയാണ് എന്ത്? ക്യാപിറ്റൽ വി. ചോദിച്ചത് എങ്ങനെയാണ് നമ്മളോട്? ഈ ഗണ്ണ് വർക്ക് ചെയ്യിച്ചാൽ ബുള്ളറ്റ് മുന്നോട്ട് പോകും. അപ്പോൾ ഈ ഗണ്ണിന്റെ മാസ് ക്യാപിറ്റൽ എം ആണ്. ദെൻ ബുള്ളറ്റിന്റെ മാസ് സ്മോൾ ലെറ്റർ എം ആണ്. ഈ ഗണ്ണ് വർക്ക് ചെയ്യിച്ചാൽ ഈ ബുള്ളറ്റ് എന്ത് ചെയ്യും? മുന്നോട്ട് പോകുന്നത് നമുക്കറിയാം, ഫോർവേഡ് ഡയറക്ഷനിൽ മൂവ് ചെയ്യും. അതിന്റെ വെലോസിറ്റി സ്മോൾ ലെറ്റർ വി ആണ്. അങ്ങനെയാണെങ്കിൽ എത്ര വെലോസിറ്റിയിലായിരിക്കും ബാക്കിലോട്ട് ഈ ഗണ്ണ്, അല്ലേ, മൂവ് ചെയ്യാന്ന്? എത്ര പ്രവേഗത്തിലായിരിക്കും ഈ ഒരു ഗണ്ണ് ബാക്കിലോട്ട് നീങ്ങാന്ന്? അത് കാണുന്നത് എങ്ങനെയാണ്? നമ്മൾ ഈ ചെയ്യുന്നത് ആക്ക സംരക്ഷണ നിയമമാണ്, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം. അപ്പൊ ആദ്യം നമ്മൾ എന്ത് കാണണം? ആകെ ആക്കം, അല്ലെ, ആകെ ആക്കം എപ്പോഴും വെടിവെക്കുന്നതിന് മുന്നേ, പിന്നെ എന്താ വേണ്ടത്? ആകെ ആക്കം വെടിവെച്ചതിന് ശേഷം. രണ്ടും എന്താണെന്ന് പറഞ്ഞ് നമ്മള് തുല്യമാണെന്ന് പഠിച്ചില്ലേ? കുറച്ച് മുന്നേ ചെയ്തില്ലേ? ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആഫ്റ്റർ ഫയറിംഗ് ഉണ്ട്, സോറി, ബിഫോർ ഫയറിംഗ് ഉണ്ട്, ആഫ്റ്റർ ഫയറിംഗ് ഉണ്ട്. രണ്ടും എന്താണ്? ഈക്വൽ ആണെന്ന് പഠിച്ചിട്ടുണ്ട് നമ്മൾ. അത് എത്രയായിരിക്കും? ബിഫോർ ഫയറിംഗ് ആട്ടോ, വെടിവെക്കുന്നതിന് മുന്നേ കേട്ടോ. ആദ്യം നമുക്ക് ഇതിന്റെ മൊമെന്റം കാണണം, അല്ലെ, ആക്കം കാണണം. തോക്കിന്റെ മൊമെന്റം എത്രയാണ്? ആക്കം എത്രയാണ്? തോക്കിന്റെ മാസ് ക്യാപിറ്റൽ എം ഇൻറ്റു തോക്കിന്റെ വെലോസിറ്റി എത്രയാണ്? ഉണ്ടാവുമോ? ഇല്ല. അപ്പൊ എന്തില്ല? വർക്ക് ചെയ്യുന്നില്ല. അപ്പൊ ഒന്നുമില്ല, മൂവ്മെന്റും ഇല്ല. വെലോസിറ്റി എത്രയാണ്? 0 പ്ലസ്. ഇനി അടുത്തത് ബുള്ളറ്റിന്റെ മാസ് എത്രയാണ്? സ്മോൾ ലെറ്റർ എം ഇൻറ്റു. ഇനി അടുത്ത വെലോസിറ്റി എത്രയാണ്? നമ്മൾ വർക്ക് ചെയ്യിപ്പിച്ചിട്ടില്ലല്ലോ, അത് മുന്നോട്ട് പോയിട്ടില്ല. അതുകൊണ്ട് എത്രയായിരിക്കും വെലോസിറ്റി? 0. അപ്പോൾ എം ഇൻറ്റു 0 എന്താ ആൻസർ? 0 പ്ലസ് ഈ എം ഇൻറ്റു 0 നമുക്കറിയാം, ഏത് നമ്പർ ഏത് ലെറ്റർ ആയിക്കോട്ടെ അതിനെ 0 കൊണ്ടില്ല 0 കൊണ്ട് ഗുണിച്ചാൽ, മൾട്ടിപ്ലൈ ചെയ്താൽ ആൻസർ എന്തായിരിക്കും? 0 ആയിരിക്കും, 0 ആയിരിക്കും. അപ്പോൾ 0 പ്ലസ് 0 എത്രയാണ് ആൻസർ? 0. ഇതാണ് ഇവിടുത്തെ ടോട്ടൽ മൊമെന്റം ബിഫോർ ഫയറിംഗ്, അല്ലെ, വെടിവെക്കുന്നതിന് മുമ്പുള്ള ആകെ ആക്കം എത്രയാണ്? 0. ടോട്ടൽ മൊമെന്റം ഓഫ് ബിഫോർ ഫയറിംഗ് ആണ്. ഇനി നമുക്ക് ഇവിടുത്തെ കാര്യം നോക്കാം, ആഫ്റ്റർ ഫയറിംഗ്. അപ്പോൾ ആഫ്റ്റർ ഫയറിംഗ് ആണ് കേട്ടോ. വെടിവെച്ചതിന് ശേഷം എത്രയായിരിക്കും ഇതിന്റെ മാസ്? ക്യാപിറ്റൽ എം, അല്ലേ. ആ സമയത്ത് എന്ത് ഇതുണ്ടാവും? ഇത് ബാക്കോട്ട് പോയിട്ടില്ലേ? ആ വെലോസിറ്റി എത്രയാണ്? ക്യാപിറ്റൽ വി, എം ഇൻറ്റു വി ആയിട്ടില്ലേ, പ്ലസ്. ഇനി നമുക്ക് എന്ത് കാണണം? ഈ ബുള്ളറ്റിന്റെ മാസ് കാണണ്ടേ? എത്രയാണ് ബുള്ളറ്റിന്റെ മാസ്? സ്മോൾ ലെറ്റർ എം ഇൻറ്റു എത്ര വെലോസിറ്റിയിലെ പോയിട്ടാണ്? സ്മോൾ ലെറ്റർ വി. അപ്പൊ ക്യാപിറ്റൽ എം ഇൻറ്റു ക്യാപിറ്റൽ വി പ്ലസ്, അത് ഇത് അതിൻ്റെയാണ്, നമ്മൾ തോക്കിൻ്റെതാണ്, അല്ലെ, ഗണ്ണിൻ്റെതാണ്, പ്ലസ് സ്മോൾ ലെറ്റർ എം ഇൻറ്റു സ്മോൾ ലെറ്റർ വി. ഇതാണ് ഇത് നമ്മുടെ ബുള്ളറ്റിൻ്റെതാണ്, അല്ലേ. സിമ്പിൾ. ഇനി നമുക്കറിയാം, ഞാൻ പഠിച്ചിട്ടില്ലേ, എന്താണ് പഠിച്ചിട്ടുള്ളത്? ആക്ക സംരക്ഷണ നിയമം, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം എന്താണ്? ടോട്ടൽ മൊമെന്റം ബിഫോർ ഫയറിംഗ് ഇസ് ഈക്വൽ ടു ടോട്ടൽ മൊമെന്റം ആഫ്റ്റർ ഫയറിംഗ്.
എന്താണ് ആ വെടിവെക്കുന്നതിന് മുമ്പുള്ള ആകെ ആക്കവും വെടിവെച്ചതിന് ശേഷമുള്ള ആകെ ആക്കവും എന്തായിരിക്കും? തുല്യമായിരിക്കും. അപ്പോൾ ബിഫോർ ഫയറിംഗ് അല്ലേ ഇസ് ഈക്വൽ ടു ആഫ്റ്റർ ഫയറിംഗ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? എത്രയാണ് ബിഫോർ ഫയറിംഗ്? 0 ഈക്വൽ ടു എത്രയാണ് ഇതിന്റെ ആഫ്റ്റർ ഫയറിംഗ്? എം വി പ്ലസ് എം സ്മോൾ ലെറ്റർ വി. നമുക്ക് ആദ്യം കാണേണ്ടത് എത്ര വെലോസിറ്റിയിലാണ് ഈ ഗണ്ണ് ബാക്കോട്ട് പോയതാണ്. ഈ വി ആണ് നമുക്ക് കാണേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു ടേം നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരണം, ഈക്വൽറ്റിന് പുറത്ത് കൊണ്ടുവരണം. അപ്പൊ ഇത് പ്ലസ് ആണ്, അത് ഈക്വൽറ്റിന് പുറത്ത് വന്നാൽ മാറും മൈനസ് ആയിട്ട് മാറി. അപ്പോ മൈനസ്, ശ്രദ്ധിക്കട്ടോ നിങ്ങൾ, മൈനസ് എം വി ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ എം ഇൻറ്റു ക്യാപിറ്റൽ വി. നമുക്ക് ആരാണ് കാണേണ്ടത്? നമുക്ക് ഈ വീനെ കാണേണ്ടതില്ല, ക്യാപിറ്റൽ വീനെ കാണേണ്ടത്. അപ്പോൾ അവനെ കൂടെ ആരുണ്ട്? ഗണ്ണിന്റെ മാസ് ഉണ്ട് അല്ലേ, ക്യാപിറ്റൽ എം ഉണ്ട്. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ അല്ലേ, അത് ഈക്വലിന്റെ പുറത്ത് വന്നിട്ട് മാറും എന്താ ഡിവിഷൻ ആയിട്ട് മാറും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ക്യാപിറ്റൽ വി ഈസ് ഈക്വൽ ടു മൈനസ് എം വി ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എം. ഇതാണ് ആ ഗണ്ണിന്റെ വെലോസിറ്റി. എത്രയാണ് വെലോസിറ്റി? മൈനസ് ഇൻറ്റു ബുള്ളറ്റിന്റെ മാസ്, വെടിയുണ്ടയുടെ മാസ് ഇൻറ്റു വെടിയുണ്ടയുടെ പ്രവേഗം അല്ലെ, ബുള്ളറ്റിന്റെ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ഗണ്ണിന്റെ മാസ്, തോക്കിന്റെ മാസാണ്. അപ്പൊ നമുക്ക് വേറെ ചോദ്യം, എന്താണ് നെഗറ്റീവ് സൂചിപ്പിക്കുന്നത്? അത് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. ബുള്ളറ്റ് പോയത് കൊണ്ടാണ് മുന്നേക്ക്, ഗണ്ണ് പോയത് കൊണ്ടാണ് ബാക്കിലോട്ട്. ഈ നെഗറ്റീവ് ചിഹ്നിക്കുന്ന സൈൻ എന്തിനാണ്? ബാക്കിലോട്ടാണ് അത് പോയിട്ടുള്ളത്. നമ്മുടെ ഈ എന്താ പറയുക തോക്ക് അല്ലെ, ഗണ്ണ് പോയിട്ടുള്ളതെന്ന് അർത്ഥമാക്കുന്നതാണ് നെഗറ്റീവ്. മറക്കരുത്. ഇതുപോലത്തെ ക്വസ്റ്റ്യൻ ടെക്സ്റ്റ് ബുക്കിലുണ്ട്, ഞാൻ പറഞ്ഞുതരാം. എന്താണ് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത് നോക്കട്ടെ. ഒരു കുട്ടി, ശ്രദ്ധിക്കട്ടെ നിങ്ങൾ, ഒരു കുട്ടി എന്ത് ചെയ്യുന്നുണ്ട്? ഓടി വരികയാണ്. എത്ര വെലോസിറ്റിയിലാണ്, എത്ര പ്രവേഗത്തിലാണ്? 5 മീറ്റർ പെർ സെക്കൻഡ് പ്രവേഗത്തിലാണ് ഓടി വരുന്നത്. മുന്നിൽ ആൾ നിൽക്കുന്നുണ്ട്, ഒരു സ്കേറ്റിംഗ് ബോർഡ് നിൽക്കുന്നുണ്ട്. സ്കേറ്റിംഗ് ബോർഡ് അറിയില്ല, ചാടി കാണുന്ന മുന്നോട്ട് പോകുന്ന ഒരു ബോർഡാണ്, ഇവ ചാടി കയറണം. അപ്പോൾ ഈ കുട്ടിയുടെ മാസ് എത്രയാണ്? കുട്ടിയുടെ മാസ് അത് 40 kg ആണ്. എത്രയാണത്? 40 kg ആണ്. ആയത് ഈ ഒരു മെന്നിന്റെ അല്ലെ, ഈ ഒരാളെ മാസ് എത്രയാണ്? 40 kg ആണ്. ഇയാളതോ ഈ സ്കേറ്റിംഗ് ബോർഡിന്റെ മാസ് എത്രയാണ്? 3 kg ആണ്. അപ്പൊ ഇതാണ് ഫസ്റ്റ് സിറ്റുവേഷൻ. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഈ കുട്ടി ഓടി വരികയാണ്. ഈ കുട്ടി ഓടി വന്നു, എന്താ പറയുക, സ്കേറ്റിംഗ് ബോർഡ് മുന്നിലുണ്ട്. ഇതൊക്കെ ഇപ്പൊ എന്താണ്? ഈ സ്കേറ്റിംഗ് ബോർഡ് ഇപ്പൊ റെസ്റ്റിലാണ്. ഈ കുട്ടി ഓടി വരുന്ന എത്രയാണ് സ്പീഡ്? അതിന്റെ വെലോസിറ്റി 5 മീറ്റർ പെർ സെക്കൻഡ് ആണല്ലേ. ഈ കുട്ടിയുടെ എന്താ പറയുക പ്രവേഗം എത്രയാണ്? 5 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇയാള് എന്താ പറയുക മാസ് എത്രയാണ്? 40 kg ആണ്. ഈ കുട്ടി ഇതിലോട്ട് ചാടി, ഈ കുട്ടി ഇതിലോട്ട് ചാടിയിട്ട് അവസാനം ശ്രദ്ധിക്കുക നിങ്ങൾ, ഈ കുട്ടി ചാടി നിൽക്കുന്നത്. ആ സമയത്ത് മുന്നോട്ട് പോകില്ലേ? മുന്നോട്ട് പോകും. അങ്ങനെയാണെങ്കിൽ എത്ര വെലോസിറ്റിയിലാണ് അത് മുന്നോട്ട് പോയതാണ് കാണേണ്ടത്. ഈ കുട്ടി ഈ സ്കേറ്റിംഗ് ബോർഡിലോട്ട് ചാടിയപ്പോ ഈ ഒരു സ്കേറ്റിംഗ് ബോർഡ് മുന്നോട്ട് പോയിട്ടുണ്ടാകും, നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. ഈ സ്കേറ്റിംഗ് ബോർഡ് എത്ര വെലോസിറ്റിയിലാണ് മുന്നോട്ട് പോയത് നമുക്ക് കാണണം. അതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇത് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഉടനാണ് ഈ ആക്ക സംരക്ഷണ നിയമം വെച്ചിട്ടാണ്, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം വെച്ചിട്ടാണ്. ആദ്യം നമുക്ക് എന്ത് കാണണം? ബിഫോർ ജമ്പിങ് കാണണം. ടോട്ടൽ മൊമെന്റം ബിഫോർ ജമ്പിങ്, പിന്നെ ടോട്ടൽ മൊമെന്റം ആഫ്റ്റർ ജമ്പിങ്. കുട്ടി സ്കേറ്റിംഗ് ബോർഡിലേക്ക് ചാടുന്നതിന് മുന്നുള്ള ആകെ ആക്കം കാണണം. പിന്നെ കുട്ടി സ്കേറ്റിംഗ് ബോർഡിലേക്ക് ചാടിയതിന് ശേഷമുള്ള ആകെ ആക്കം കാണണം. അപ്പൊ നമുക്ക് ആദ്യം എന്ത് കാണണം? ബിഫോർ ജമ്പിങ് കാണാം. ടോട്ടൽ മൊമെന്റം ബിഫോർ ജമ്പിങ് അല്ലെ. കുട്ടി എന്ത് ചെയ്യാണ്? ചാടുന്നതിന് മുന്നേ, ഇത് കുറെ എഴുതാൻ എഴുതാത്തത് മുന്നേ. കുട്ടിയുടെ മാസ് എത്രയാണ് നോക്കിയാൽ മതി നിങ്ങൾ. എത്രയാണ്? കുട്ടിയുടെ മാസ് 40 ആണ്. 40 ഇൻറ്റു കുട്ടിയുടെ വെലോസിറ്റിയോ 5 ആണ് അല്ലേ. പ്ലസ് ഈ സ്കേറ്റിംഗ് ബോർഡിന്റെ മാസ് എത്രയാണ്? 3 ആണ്. 3 ഇൻറ്റു സ്കേറ്റിംഗ് ബോർഡിന്റെ വെലോസിറ്റി എത്രയാണ്? അത് 0. എന്താ കാരണം? ഞാൻ പറഞ്ഞത് എന്താണ്? നിശ്ചലാവസ്ഥയിൽ നിൽക്കുകയാണ് ഇങ്ങനെ അല്ലെ, റെസ്റ്റിലാണ്. അതുകൊണ്ട് എത്രയാണത്? 0. അപ്പൊ എത്ര ആൻസർ കിട്ടുക? ഇങ്ങനെ മാത്തമാറ്റിക്സ് നിങ്ങൾ കണ്ടാല് ആദ്യം ചെയ്യേണ്ടത് എന്താണ്? അതിൽ ഡിവിഷൻ നോക്കാം. ഡിവിഷൻ ഇല്ലേ, ഡിവൈഡ് ചെയ്യാൻ, ഹരിക്കാന്, അത് ആദ്യം ഹരിക്കണം. പിന്നെ ചെയ്യേണ്ടത് ഗുണിക്കണം. പിന്നെ പ്ലസ് ചെയ്യുക, മൈനസ് ചെയ്യുക. അല്ലാതെ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക? പ്ലസ് ചെയ്യാൻ പാടില്ല. ആദ്യം ചെയ്യേണ്ട കാര്യം ഗുണിക്കലാണ്, പിന്നെ പ്ലസ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ 40 ഇൻറ്റു 5 അല്ലേ, 40 ഇൻറ്റു 5 എത്രയാണ്? 45 എത്രയാണ്? 200 അല്ലേ. പ്ലസ്
3 × 0 എത്രയാണ്? 0 അല്ലേ? അപ്പോൾ എത്ര ആൻസർ നമുക്ക് കിട്ടുക? 200 kg. kg പറയും, മീറ്റർ പെർ സെക്കൻഡ്. ഇതാണ് ടോട്ടൽ മൊമെന്റം. എവിടുത്തത്? ബിഫോർ ജമ്പിങ് അല്ലേ? കുട്ടി ചാടുന്നതിന് മുന്നേ ഉള്ള ആകെ ആക്കം. ഇനി നമുക്ക് എന്ത് കാണണം? കുട്ടി ചാടിയതിന് ശേഷമുള്ള ആകെ ആക്കം കാണണം. അപ്പോൾ ടോട്ടൽ മൊമെന്റം ആഫ്റ്റർ ജമ്പിങ് അല്ലേ? കുട്ടി ചാടിയതിന് ശേഷം അല്ലേ? ശരിയല്ലേ? അപ്പോൾ എത്രയായിരിക്കും ഈ ഒരു മാസം? ഈ സിസ്റ്റത്തിന്റെ മാസം എത്രയായിരിക്കും? നമുക്കറിയാം കുട്ടിയുടെ മാസം എത്രയാണ് നമുക്കറിയാം. എത്രയാണത്? 40. ഇതിപ്പോൾ ഒന്നാമത് ഒരു സിസ്റ്റമായി അല്ലേ? ഒന്നാമത് ഇപ്പോൾ ഒരാളായി മാറി. കുട്ടിയുടെ മാസം 40 ആണ്. പ്ലസ് സ്കേറ്റിംഗ് ബോർഡ് മാസം എത്രയാണ്? 3 kg ആണ്. അതാണ് ഇപ്പോൾ ഉള്ളത്. ഇൻറ്റു ഇത് മാസമായി. ഇൻറ്റു എത്ര സ്പീഡിലാണ് പോയത് നമുക്കറിയോ? അതുകൊണ്ട് നമ്മൾ എന്ത് കൊടുക്കും? v എന്ന് കൊടുക്കും. അപ്പോൾ 40 പ്ലസ് എന്താ പറയുക 3 × v. അപ്പോൾ എത്രയാണ്? 43 v ആണ്. ഇനി പ്രധാന പോയിന്റ് അല്ലേ? ടോട്ടൽ മൊമെന്റം ബിഫോർ ജമ്പിങ് ഈസ് ഈക്വൽ ടു ടോട്ടൽ മൊമെന്റം ആഫ്റ്റർ ജമ്പിങ് അല്ലേ? കുട്ടി ചാടിയതിന് മുന്നേ ഉള്ള ആകെ ആക്കവും കുട്ടി ചാടിയതിന് ശേഷമുള്ള ആകെ ആക്കവും എന്തായിരിക്കും? തുല്യമായിരിക്കും പഠിച്ച് നമ്മൾ. അപ്പോൾ 200 ഈസ് ഈക്വൽ ടു, ഇവിടെ 200 കിട്ടിയത് നമുക്ക്. ഇപ്പോൾ എത്രയാണ്? 43 v. അപ്പോൾ എത്രയാണ് v? v നമ്മൾ കാണേണ്ടത് അല്ലേ? എത്ര വെലോസിറ്റി കാണേണ്ടത്? v ഈസ് ഈക്വൽ ടു 200/43 ചെയ്ത് നോക്കാം നമുക്ക് അല്ലേ? 200/43 എത്ര പോകും? 5 ആണോ? 5 ആയിരിക്കും അല്ലേ? 5 × 4 = 20 ആണ്. അപ്പോൾ 4 ആയിരിക്കും. 4 3 അല്ലേ? 4 × 3 എത്രയാണ്? 16 3 17. അപ്പോൾ ബാക്കി 12 8 അല്ലേ? 9 അപ്പോൾ ഇനി വീണ്ടും ചെയ്യാം അല്ലേ? പോയിന്റ് കൊടുക്കുക 0. എത്രയായിരിക്കും? 6 ആയിരിക്കും. ചെയ്ത് നോക്കാം അല്ലേ? 6 × 3 18 1 6 × 4 24 24 + 1 25 then 10 2 ആയി. 7 2 ആയി. ഇല്ല. അപ്പോൾ നമുക്ക് 220 എത്ര പോകും? 5 ആയിരിക്കാം അല്ലേ? കാരണം നമ്മൾ 8 നമുക്ക് 5 × 3 4 യെസ്. അപ്പോൾ എത്ര ആൻസർ? 4.65 അല്ലേ? ഇവിടെ നെഗറ്റീവ് പോസിറ്റീവ് ഒന്നും ഇല്ലല്ലോ. അപ്പോൾ നമുക്കറിയാം അല്ലേ? അത് എന്താ പറയുക? ഒരു സംഖ്യ നിൽക്കുകയാണെങ്കിൽ എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ഈ പോസിറ്റീവ് കൊടുത്ത് എന്താണെന്ന് മനസ്സിലായി നിങ്ങൾക്ക്? വെലോസിറ്റി ആണ്, പ്രവേഗമാണ്. യൂണിറ്റ് എന്താണ്? മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ എന്താണ് പോസിറ്റീവ്? കുട്ടി എങ്ങോട്ടാണ് ഓടിയത്? അതേ ഭാഗത്തേക്ക് തന്നെയാണ് ആര് പോയിട്ടുള്ളത്? സ്കേറ്റിംഗ് ബോർഡും പോയിട്ടുള്ളത്. കണ്ടാ? രണ്ടും പോസിറ്റീവായില്ലേ? കുട്ടി ഓടിയത് ഈ സൈഡിൽ തന്നെയാണ്. സ്കേറ്റിംഗ് ബോർഡ് എങ്ങനെ പോക്ക്? ആ ഭാഗത്ത് തന്നെ പോക്ക്. അതാണ് ഈ പോസിറ്റീവ് വരാൻ കാരണം. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഐഡിയ മനസ്സിലായില്ലേ? ഇപ്പോൾ എക്സാം ചോദിക്കാറുണ്ട് ക്വസ്റ്റ്യൻസ് കേട്ടോ. അത് ഞാൻ എന്താ പറയുക വ്യക്തമാക്കിയിട്ട് ഇങ്ങനെ എടുത്ത് തന്നിട്ടുള്ളത്. ഇനി നമുക്ക് നെക്സ്റ്റ് പോയിന്റിലേക്ക് പോകാം. സർക്കുലർ മോഷൻ. എന്താണ് സർക്കുലർ മോഷൻ? വർത്തുള ചലനം. ആരാണ്? വർത്തുള ചലനം. അപ്പോൾ എന്താണ് വർത്തുള ചലനം? സർക്കുലർ മോഷൻ എന്താ? സർക്കുലർ മോഷൻ അല്ലെങ്കിൽ വർത്തുള ചലനം അല്ലേ? നമ്മൾ എന്ത് ചെയ്യാണ്? റൗണ്ടിൽ കറക്കണം ഒരു ഒബ്ജക്റ്റിനെ അല്ലേ? അപ്പോൾ ഒരാൾ നിൽക്കുന്നുണ്ട്. ശ്രദ്ധിക്കും നിങ്ങൾ, ഇവിടെ ഒരാൾ നിൽക്കുന്നുണ്ട്. മാറിപ്പോയില്ലേ? ആളെ ചെരിഞ്ഞു വയ്ക്കുന്നുണ്ടോ? യെസ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കും, ഇയാളെ കയ്യിൽ സ്ട്രിങ് ഉണ്ട് അല്ലേ? അല്ലെങ്കിൽ എന്താ പറയുക, നൂലുണ്ട്, ത്രെഡ് ഉണ്ട്. ആ ത്രെഡ് വെച്ചിട്ട് ഞങ്ങൾക്ക് എന്താ പറയുക ഒരു മാസ് ഒബ്ജക്റ്റ് ഇവിടെ നിൽക്കുന്നുണ്ട്. അത് ഇങ്ങനെ സർക്കുലർ മോഷനിൽ കറക്കുകയാണ് അല്ലേ? വട്ടത്തിൽ കറക്കുകയാണ്. അതാണ് വർത്തുള ചലനം അല്ലെങ്കിൽ സർക്കുലർ മോഷൻ. മറക്കരുത്. അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിക്കും നിങ്ങൾ, ഈ ഒബ്ജക്റ്റ് ഞാൻ അവിടെ വിട്ടു. ഈ ഒരു ഒബ്ജക്റ്റ് ഇല്ലേ, എന്താ പറയുക, ഈ ഒരു ത്രെഡ് ഇല്ലേ, ഈ നൂല് വിട്ടാൽ എങ്ങനെ പോവത്? അതെങ്ങനെയാണ് അത് പോവല്? അതേപോലെ ഞാൻ ഇവിടെ എത്തിയാൽ ഈ ഒരു ഒബ്ജക്റ്റ് ഇവിടെ എത്തി, ഇവിടുന്ന് വിട്ട് അതെങ്ങനെയാണ് പോക്ക്? അതേപോലെ ഞാൻ ഇവിടെ വെച്ചു, ഇവിടുന്ന് വിട്ടാൽ എങ്ങനെ പോക്കത്? അത് പോകുന്നത് എങ്ങനെ പറയും നിങ്ങൾ? അത് പോകില്ല. എങ്ങനെയാണ്? ഇത് സർക്കുലർ മോഷൻ അല്ലേ? സർക്കിളായിട്ട് മാറിയില്ലേ? ഈ ഒരു പോയിന്റിന്റെ തൊടുവരയിലൂടെ അല്ലെങ്കിൽ സ്പർശരേഖയിലൂടെ അല്ലെങ്കിലോ ടാൻജന്റിലൂടെ
ഇതൊക്കെ നിങ്ങൾക്ക് മാത്സിൽ പഠിക്കാനുള്ളതാണ് കേട്ടോ. മാത്സിൽ 10th ഉണ്ടാവും ടാൻജന്റ് എന്നുള്ളൊരു ചാപ്റ്റർ തന്നെ ഉണ്ട്. അപ്പോൾ ടാൻജന്റ് എന്താണ്? ഇതാ ഒരു സർക്കിൾ, സർക്കിളാണ്. ഈ ഒരു പോയിന്റ് ഇല്ലേ, ഒരു സർക്കിൾ പറയാൻ വ്യത്യസ്ത പോയിന്റുകൾ ഉണ്ടാവുമല്ലോ അല്ലേ. ഈ ഒരു പോയിന്റിലൂടെ മാത്രം എന്ത് പോകണം? ഒരു ലൈൻ പോകണം. അത് ഇങ്ങനെ പോക്ക് ഇപ്പം ഉണ്ടാവുക. സ്വയം തെറ്റിപ്പോയതാണ്. ഇതാ ഇവിടെ ആണെങ്കിലോ അതിലൂടെ മാത്രം പോകാൻ പാടില്ല ലൈൻ, അല്ലാതെ ഇങ്ങനെ പോകാൻ പാടില്ല. ഇതാ ഈ ഒരു മോഡൽ. ഇവിടെ ആണെങ്കിലോ അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഞാൻ ഈ കറക്കുന്നത് ഇപ്പം എങ്ങനെയാണ്? ഈ ഒരു മോഡലാണ് കേട്ടോ. ഇങ്ങനെയാണ് കറക്കുന്നത് ഞാൻ. അങ്ങനെയാണെങ്കിൽ ഈ ഒബ്ജക്റ്റിനെ വിട്ടത് എങ്ങോട്ടാ പോവാ? യെസ്, സ്പർശരേഖ എങ്ങനെ ഉണ്ടാവല് അല്ലേ? ഇനി ഇവിടെ വിട്ടാലോ? സ്പർശരേഖ എങ്ങനെ ഉണ്ടാവല്? തൊടുവര അല്ലെങ്കിൽ ടാൻജന്റ്. ഇനി ഇവിടെ വിട്ടാലോ അല്ലേ? ഇനി ഇവിടെ വിട്ടാലോ? മനസ്സിലായി നിങ്ങൾക്ക്? അപ്പൊ ഒന്നുകൂടി വരച്ചേരാ വൃത്തിയിൽ ശ്രദ്ധിക്കും നിങ്ങൾ കേട്ടോ. അപ്പൊ നമ്മളൊരു ഒബ്ജക്റ്റിനെ സർക്കുലർ മോഷനിൽ കറക്കിയാൽ അത് എങ്ങനെ വിട്ടാൽ എങ്ങനെ പോകുന്നത്? ടു ദ ടാൻജന്റിലൂടെ എന്ത് ചെയ്യും? പോകും. അപ്പോൾ ഒരു ഒബ്ജക്റ്റ്, ഒരു വസ്തു നമ്മൾ എന്ത് ചെയ്യാണ്? വർത്തുള ചലനത്തിൽ കറക്കിക്കൊണ്ട് നമ്മൾ പെട്ടെന്ന് പിടിവിട്ടാൽ അത് ഏതിലൂടെ പോകും? അതിന്റെ തൊടുവരയിലൂടെ പോകും, അല്ലെങ്കിലോ സ്പർശ രേഖയിലൂടെ പോകും, അല്ലെങ്കിലോ ടാൻജന്റിലൂടെ പോകും എന്നാണ് അർത്ഥം ആൻസർ. അപ്പോൾ അതാ ഒരു ഒബ്ജക്റ്റ്. ശ്രദ്ധിക്കുക, ഈ ഒബ്ജക്റ്റിനെ ഞാൻ ഇതിനകത്താ സർക്കുലർ മോഷനിൽ കറക്കിയിട്ടുണ്ട്. ഞാൻ ഇവിടെ വിട്ടത് എങ്ങോട്ട് പോവാ? അത് കറക്കുന്നത് എങ്ങനെയാ കേട്ടോ? അതെന്ത് ചെയ്യും? ഇങ്ങനെ പോകും അല്ലേ? ഇനി ഇവിടെ നിന്നാണെങ്കിലോ ടാൻജന്റ്, ഇതാണെങ്കിലോ ഇവിടെ ആണെങ്കിലോ കേട്ടോ. അപ്പൊ ഇതാണ് ടാൻജന്റ്, ഇതിലൂടെ എന്ത് ചെയ്യും? കടന്നു പോകും. ഇനി അടുത്ത പോയിന്റ്, ഞാൻ ഇത് കറക്കുന്നത് എങ്ങനെയാണ്? സെയിം സ്പീഡിലാണ്, യൂണിഫോം സ്പീഡിലാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു ഒബ്ജക്റ്റിനെ ഞാൻ ഈ സർക്കുലർ മോഷനിൽ കറക്കുന്നത്. മറക്കരുത്, ഈ ഒരു ഒബ്ജക്റ്റിനെ ഞാൻ എങ്ങനെയാണ് കറക്കുന്നത്? സെയിം സ്പീഡിൽ, ഒരേ സ്പീഡിലാണ് ഞാൻ ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതിന്റെ വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നുണ്ടോ? ആ വെലോസിറ്റി ഇവിടെ ശ്രദ്ധിക്കുന്ന നിങ്ങൾ ഒന്നും പറയാം. ഞാൻ ഈ ഒബ്ജക്റ്റിനെ സർക്കുലർ മോഷനിലാണ്, വർത്തുള ചലനത്തിലാണ് ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കുന്നത്. അവിടെ സെയിം സ്പീഡാണ്, സമവേഗമാണ്, സെയിം സ്പീഡാണ്, യൂണിഫോം സ്പീഡാണ്. അങ്ങനെയാണെങ്കിൽ അവിടെ വെലോസിറ്റി ഉണ്ടാകും. ഈ വെലോസിറ്റി യൂണിഫോം ആണോ അതോ നോൺ യൂണിഫോം ആണോ? ഇവിടെ ഒരു പ്രവേഗം ഉണ്ടാകും. ആ പ്രവേഗം എന്താ പറയുക, സമപ്രവേഗമാണോ അതോ അസമപ്രവേഗമാണോ എന്ന് ചോദിച്ചിട്ടുള്ളത്. എന്താണ് കാരണം? കാരണം ശ്രദ്ധിക്കും നിങ്ങൾ, ഇവിടെ എന്താണ്? അസമപ്രവേഗമായിരിക്കും, നോൺ യൂണിഫോം വെലോസിറ്റി ആയിരിക്കും. സ്പീഡ് എങ്ങനെ സെയിം ആയാലും, യൂണിഫോം സ്പീഡ് ആയാലും വെലോസിറ്റി എന്തായിരിക്കും? ഡിഫറെന്റ് ആയിരിക്കും, നോൺ യൂണിഫോം ആയിരിക്കും. മറക്കരുത്, ഇവിടെ വേഗം ഒരേപോലത്തെ സമവേഗമാണെങ്കിലും പ്രവേഗം എന്തായിരിക്കും? അസമപ്രവേഗമായിരിക്കും. എന്താണ് കാരണം? ഇത് ദിശ, ഈ പ്രവേഗം ആര് നോക്കുന്നുണ്ട്? പ്രവേഗം ദിശയെ നോക്കുന്നുണ്ട്, വെലോസിറ്റി ഡയറക്ഷൻ നോക്കുന്നുണ്ട്. കാരണം ആദ്യം ഒബ്ജക്റ്റ് ഇവിടെ ആയിരുന്നു, പിന്നെ ഒബ്ജക്റ്റ് ഇവിടെ എത്തി, കണ്ട, പിന്നെ ഒബ്ജക്റ്റ് ഇവിടെ എത്തി, പിന്നെ ഒബ്ജക്റ്റ് ഇവിടെ എത്തി. അപ്പോ പ്രവേഗം ആര് നോക്കുന്നുണ്ട്? ദിശയെ നോക്കുന്നുണ്ട്. വസ്തു ആദ്യം ഇവിടെ ആയിരുന്നു, പിന്നെ വസ്തു ഇവിടെ എത്തി, പിന്നെ വസ്തു അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോ ഇതിന് എന്ത് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്? ദിശ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഡയറക്ഷൻ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് അവിടെ വെലോസിറ്റി എന്തായിരിക്കും? ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് നോൺ യൂണിഫോം വെലോസിറ്റി ആയിരിക്കും, അസമപ്രവേഗമായിരിക്കും. മറന്നു പാടില്ല, സ്പീഡ് എങ്ങനെയാണ് ആയിക്കോട്ടെ, പക്ഷേ എന്തായിരിക്കും? വെലോസിറ്റി എന്തായിരിക്കും? അത് നോൺ യൂണിഫോം വെലോസിറ്റി ആയിരിക്കും. സ്പീഡ് എങ്ങനെ ആയിക്കോട്ടെ, പ്രവേഗം എന്തായിരിക്കും? അസമപ്രവേഗമായിരിക്കും. പ്രവേഗം ചേഞ്ച് ചെയ്താൽ നമുക്കറിയാം അവിടെ എന്തുണ്ടാകും? ത്വരണം ഉണ്ടാകും. എന്താണ് ത്വരണം? പ്രവേഗമാറ്റത്തിന് നിരക്കാണ് എന്ത്? ത്വരണം. അപ്പോൾ പ്രവേഗം മാറിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് അവിടെ എന്തുണ്ട്? ത്വരണമുണ്ട് അല്ലേ? വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നത് കൊണ്ട് അവിടെ എന്തുണ്ടാകുന്നുണ്ട്? ഒരു ആക്സലറേഷൻ ഉണ്ടാകുന്നുണ്ട്. എന്താണ്? ആക്സലറേഷൻ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ആ ആക്സലറേഷൻ എങ്ങനെയാണ് ഉണ്ടാവുക? ശ്രദ്ധിക്കുക. അപ്പോൾ ഈ സർക്കിൾ എന്തുണ്ട്? ഈ സർക്കുലർ മോഷനിൽ എന്തുണ്ടാകുന്നുണ്ട്? ഒരു ആക്സലറേഷൻ ഉണ്ടാകുന്നുണ്ട്. ഈ ആക്സലറേഷൻ എങ്ങോട്ടാണ് പോകുന്നത്? ത്രൂ ദ റേഡിയസിലൂടെ എവിടേക്കാണത്? സെന്ററിലോട്ടാണ് പോകുന്നത്. മറക്കരുത്. അപ്പോൾ ഈ ആക്സലറേഷൻ എങ്ങോട്ടാണ് പോകുന്നത്? റേഡിയസിലൂടെ സെന്ററിലോട്ടാണ് എന്ത് ചെയ്യുന്നത്? അത് മൂവ് ചെയ്യുന്നത്. മറന്നു പോകാൻ പാടില്ല. ഇനി നെക്സ്റ്റ് പോയിന്റ്. അപ്പോൾ ഞാൻ ഒന്ന് പറയണം, ശ്രദ്ധിക്കുക നിങ്ങൾ. ഈ ഒരു ഒബ്ജക്റ്റ് ഞാൻ ഇങ്ങനെ കറക്കണല്ലേ, ഇങ്ങനെ കറക്കുമ്പോൾ ഇവിടെ നിന്നുണ്ടാകുന്നുണ്ട് ഒരു ത്വരണം ഉണ്ടാകുന്നുണ്ട്. കാരണം എന്താ? പ്രവേഗം മാറുമ്പോൾ അവിടെ നിന്നുണ്ടാകും ത്വരണം ഉണ്ടാകും. ഈ ത്വരണം എങ്ങോട്ടാണ് പോകുന്നത്? ത്രൂ ദ റേഡിയസിലൂടെ അല്ലെ, ആഴത്തിലൂടെ വൃത്തകേന്ദ്രത്തിലേക്കാണ് പോകുന്നത്. മറക്കരുത്,
അപ്പോൾ ഈ വസ്തു ചലിക്കുമ്പോൾ ഈ വസ്തു എന്ത് ചെയ്യണേ ആ വസ്തു ചലനത്തിൽ ചലിക്കുമ്പോൾ അവിടെ ത്വരണം ഉണ്ടാകുന്നുണ്ട്. ആ ത്വരണം ആ വൃത്തത്തിന്റെ ആരത്തിലൂടെ വൃത്ത കേന്ദ്രത്തിലേക്കാണ് പോകുന്നത്. ഈ ത്വരണമാണ് എന്ത് അഭികേന്ദ്ര ത്വരണം. അഭികേന്ദ്ര ത്വരണം. അഭികേന്ദ്ര ത്വരണം അല്ലെങ്കിൽ സെൻട്രിപെറ്റൽ ആക്സലറേഷൻ. സെൻട്രിപെറ്റൽ ആക്സലറേഷൻ. അപ്പൊ എന്താ സെൻട്രിപെറ്റൽ ആക്സലറേഷൻ? ഈ ഒരു ഒബ്ജക്റ്റ് സർക്കുലർ മോഷനിൽ മൂവ് ചെയ്യുമ്പോൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ടാകുന്നുണ്ട് ഒരു ആക്സലറേഷൻ എന്ത് ചെയ്യുന്നുണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അത് എങ്ങോട്ടാണ് പോകുന്നത്? ത്രൂ ദ റേഡിയസിലൂടെ ടുവേർഡ്സ് ദ സെന്ററിലോട്ടാണ് എന്ത് പോകുന്നത് ആ ഒരു ആക്സലറേഷൻ പോകുന്നത്. ഡയറക്ഷൻ അങ്ങോട്ടാണ് ടുവേർഡ്സ് ദ സെന്ററിലോട്ടാണ്. മറന്നു പോകാൻ പാടില്ല. അതാണ് എന്ത് സെൻട്രിപെറ്റൽ ആക്സലറേഷൻ. ഇനി അടുത്ത പോയിന്റ് നമുക്കറിയാം ആക്സലറേഷൻ ആകുമ്പോൾ അവിടെ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യും ഫോഴ്സ് എന്ത് ചെയ്യും ഉണ്ടാകും. ആ ഫോഴ്സ് ആണ് എന്ത് സെൻട്രിപെറ്റൽ ഫോഴ്സ്. എന്താണ് സെൻട്രിപെറ്റൽ ഫോഴ്സ്. അപ്പോ അഭികേന്ദ്ര ത്വരണത്തിന്റെ ഫലമായിട്ട് അവിടെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും ഒരു ബലം പ്രൊഡ്യൂസ് ചെയ്യും. ആ ബലമാണ് എന്ത് അഭികേന്ദ്ര ബലം. അഭികേന്ദ്ര ബലം മറക്കരുതോ. അഭികേന്ദ്ര ത്വരണം ഉണ്ടാവൂലേ അതിന്റെ ഫലമായിട്ട് അവിടെ എന്തൊരു ബലം ഉണ്ടാകും. അതാണ് എന്ത് അഭികേന്ദ്ര ബലം. സെൻട്രിപെറ്റൽ ആക്സലറേഷന്റെ ഫലമായിട്ട് എന്ത് ചെയ്യും അവിടെ ഒരു ഫോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യും. ആ ഫോഴ്സ് ആണ് ആര് സെൻട്രിപെറ്റൽ ഫോഴ്സ്. ഈ സെൻട്രിപെറ്റൽ ആക്സലറേഷന്റെയും സെൻട്രിപെറ്റൽ ഫോഴ്സിന്റെയും ഡയറക്ഷൻ എങ്ങോട്ടാണ് ടുവേർഡ്സ് ദ സെന്റർ. അഭികേന്ദ്ര ത്വരണത്തിന്റെയും അഭികേന്ദ്ര ബലത്തിന്റെയും ദിശ എങ്ങോട്ടായിരിക്കും വൃത്ത കേന്ദ്രത്തിലേക്കായിരിക്കും. ഇവിടെ മെയിൻ പോയിന്റ് എക്സാം ചോദിക്കാറുണ്ട്. ഫസ്റ്റ് പോയിന്റ് ചോദിക്കുന്നത് എന്താണ്? ഒരു ഒബ്ജക്റ്റിനെ സർക്കുലർ മോഷനിൽ വർത്തുള ചലനത്തിൽ കറക്കിയാൽ നമ്മൾ പിടിവിട്ടാൽ അത് എങ്ങോട്ടാണ് പോവുക? എങ്ങനെയാണ്? ത്രൂ ദ ടാൻജന്റ് അല്ലേ, അല്ലെങ്കിൽ എന്താ പറയുക സ്പർശരേഖയിലൂടെ തൊടുവരയിലൂടെ കടന്നു പോകും. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നമ്മൾ ഒരേ സ്പീഡിലാണ് കറക്കുന്നതെങ്കിൽ അവിടെ വെലോസിറ്റി ഉണ്ടാകുമോ? അവിടെ എന്തുണ്ടാകുന്നുണ്ട് പ്രവേഗം ഉണ്ടാകുമോ? അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട് അവിടെ പ്രവേഗം ഉണ്ടാകുന്നുണ്ട്, വെലോസിറ്റി എന്ത് ചെയ്യുന്നുണ്ട് ഉണ്ടാകുന്നുണ്ട്. എന്തുകൊണ്ടാണ് വെലോസിറ്റി ഉണ്ടാവാൻ കാരണം? എന്തുകൊണ്ടാണ് അവിടെ പ്രവേഗം ഉണ്ടാവാൻ കാരണം എന്ന് ചോദിക്കും. എന്താണ് ചേഞ്ച് ഇൻ ഡയറക്ഷൻ അല്ലേ, അത് ദിശ മാറിയത് കൊണ്ട്. ഇനി അടുത്ത പോയിന്റ് എന്താണ് അഭികേന്ദ്ര ത്വരണം എന്ന് ചോദിക്കും നിങ്ങളോട്. അതേപോലെ എന്താണ് അഭികേന്ദ്ര ബലം? സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്താണെന്ന് ചോദിക്കും. സെൻട്രിപെറ്റൽ ആക്സലറേഷൻ എന്താണെന്ന് ചോദിക്കും. അതിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാന്ന് ചോദിക്കും. ഡയറക്ഷൻ എങ്ങോട്ടാണ് ടുവേർഡ്സ് ദ സെന്റർ. ഇനി അടുത്ത പോയിന്റ് സെൻട്രിപെറ്റൽ ഫോഴ്സ്. സെൻട്രിപെറ്റൽ ഫോഴ്സ് കാണുന്ന ഇക്വേഷൻ, അഭികേന്ദ്ര ബലം കാണുന്ന ഇക്വേഷൻ എന്താണ്? mv²/r. പ്രധാന പാടില്ല കേട്ടോ, എക്സാം ചോദിക്കാറുണ്ട് ക്വസ്റ്റ്യൻ. സെൻട്രിപെറ്റൽ ഫോഴ്സ് ഈസ് ഈക്വൽ ടു mv²/r. അഭികേന്ദ്ര ബലം ഈക്വൽ ടു മാസ് ഇൻറ്റു പ്രവേഗത്തിന്റെ സ്ക്വയർ ബൈ റേഡിയസ്. അപ്പൊ എന്താണ് എം? വസ്തുവിന്റെ മാസ്. എന്താണ് വി? എത്ര വെലോസിറ്റിയിലാണ് സ്പീഡിലാണ് കറങ്ങുന്നതെന്ന് അതിന്റെ സ്ക്വയർ. അത് ആർ എന്താണ്? ഈ ഒരു സർക്കുലർ റേഡിയസ് ആണ്. സിമ്പിൾ അല്ലേ? നമ്മൾ തരാം. ഈ ഒബ്ജക്റ്റിന്റെ മാസ് എത്രയാണ്? 10 എന്ന് വിചാരിക്കാം. ഇനി ഇതൊരു സ്പീഡിൽ പോകുന്ന എത്രയാണ്? 10 m/s സ്പീഡിലാണ് പോകുന്നത്. റേഡിയസ് എത്രയാണ്? 10 തന്നെയാണ്. അപ്പൊ എത്രയായിരിക്കും ആൻസർ? സെൻട്രിപെറ്റൽ ഫോഴ്സ് എത്രയായിരിക്കും? എത്രയാ മാസ്? 10. 10 × 10² ഡിവൈഡഡ് ബൈ 10. 10 അല്ലേ? 10 × 100 ഡിവൈഡഡ് ബൈ 10. 1000 ഡിവൈഡഡ് ബൈ 10 എത്ര ഉണ്ടാവുക? 100. ഇതാണ് ഇതിനെന്ത് ന്യൂട്ടൺ യൂണിറ്റ്. 100 ന്യൂട്ടൺ ആണ് എന്ത് ഇവിടെ സെൻട്രിപെറ്റൽ ഫോഴ്സ് അഭികേന്ദ്ര ബലം. അപ്പൊ എക്സാം ചോദിക്കാറുണ്ട് കേട്ടോ, മറന്നു പോകാൻ പാടില്ല. ഇനി അടുത്ത പോയിന്റ് യൂണിഫോം സർക്കുലർ മോഷൻ. എന്താണ് യൂണിഫോം സർക്കുലർ മോഷൻ? അപ്പൊ എന്താ പറഞ്ഞിട്ടുള്ളത്? സമവർത്തുള ചലനമാണ് പറഞ്ഞിട്ടുള്ളത്. അത് എന്താണ്? സിമ്പിൾ തന്നെയാണ് കേട്ടോ. ഈക്വൽ ഇന്റർവൽ ഓഫ് ടൈമിൽ ഈക്വൽ ഡിസ്റ്റൻസ് എന്ത് ചെയ്യാണ് കവർ ചെയ്യുന്നതാണ് എന്ത് സമവർത്തുള ചലനം. ഈക്വൽ ഇന്റർവൽ ഓഫ് ടൈമിൽ ഈക്വൽ ഡിസ്റ്റൻസ് കവർ ചെയ്യുന്നതാണ് എന്ത് യൂണിഫോം സർക്കുലർ മോഷൻ. മറന്നു പോകാൻ പാടില്ല. അപ്പൊ എന്താണ് സമവർത്തുള ചലനം? എന്താണ്? തുല്യ സമയത്ത് തുല്യ ദൂരം സഞ്ചരിക്കുന്നതാണ് എന്ത് സമവർത്തുള ചലനം. ഇതാണ് വൃത്തപാതല്ലേ, സർക്കിളാണ് അല്ലേ. ഈ സർക്കിൾ ഇതാ ഈ ഒരു ഗ്യാപ്പ് 1 സെക്കൻഡ് കൊണ്ടാണ് എത്രയാണ് 1 മീറ്റർ മൂവ് ചെയ്ത്. ഇനി അടുത്തൊരു സെക്കൻഡിൽ വീണ്ടും 1 മീറ്റർ മൂവ് ചെയ്ത്.
അടുത്ത സെക്കൻഡിൽ എന്ത് ചെയ്തു, വീണ്ടും 1 മീറ്റർ മൂവ് ചെയ്ത്, അങ്ങനെ ഫുള്ള് ഇതിന് കംപ്ലീറ്റ് ആക്കി. അങ്ങനെയാണെങ്കിൽ ഈ മോഷൻ എന്തായിരിക്കും, സമവർത്തുള ചലനമാണ് അല്ലേ, അല്ലെങ്കിൽ യൂണിഫോം സർക്കുലർ മോഷൻ ആണ്, മറക്കാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ ഇതൊരു എക്സാമ്പിൾ ഏതാണുള്ളത്, യൂണിഫോം സർക്കുലർ മോഷൻ അല്ലെങ്കിൽ സമവർത്തുള ചലനത്തിന്റെ എക്സാമ്പിൾ ഉദാഹരണം ഏതാണ്, ക്ലോക്കിലെ നീഡിൽ മൂവ്മെന്റ് ഇല്ലേ, സെക്കൻഡ് ഹാൻഡ് ഇല്ലേ, ക്ലോക്കിൽ സെക്കൻഡ് ഹാൻഡ് ഉണ്ടല്ലോ, നമ്മുടെ എന്താ പറയാ സെക്കൻഡ് സൂചി, അതിന് മൂവ്മെന്റ് എന്താണ്, സമവർത്തുള ചലനമാണ് അല്ലേ, ഉദാഹരണമാണ്. അപ്പൊ നമ്മുടെ ഈ ചാപ്റ്ററോടെ 3rd ചാപ്റ്ററോടെ എന്തായിട്ടുണ്ട്, കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ വൃത്തിയിൽ പഠിക്കാൻ എക്സാം ഉണ്ടാവും കേട്ടോ. അപ്പൊ പരമാവധി എന്ത് ചെയ്യുക, നിങ്ങൾ ആ നോട്ട്സ് കംപ്ലീറ്റ് ആക്കുക, പഠിച്ചു വെക്കുക. താങ്ക് യു.